എഗ്ഗ് ബോയിൽ ചെയ്യാനായിട്ട് സാധാരണ നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ തന്നെ ഭംഗിയായിട്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക. 140 നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. 140 ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണം. ഒരു എയർ ഫ്രയർ 140 ചെയ്യുക. അതിനുശേഷം 18 മിനിറ്റ് കൊടുക്കുക. ആഫ്റ്റർ 3 മിനിറ്റ് 13 മിനിറ്റ് കഴിഞ്ഞ് ആക്ച്വലി ഡിസ്പ്ലേയിൽ 15 മിനിറ്റ് ഉള്ളപ്പോൾ മുട്ട നമ്മൾ ഇതിന്റെ സെന്ററിലോട്ട് വെച്ച് കൊടുക്കുക. 5 മുട്ട 6 മുട്ട വരെയൊക്കെ നമുക്ക് ഒരേ ടൈം വെക്കാം. ബാക്കി 15 മിനിറ്റ് കഴിയുമ്പോൾ ഓൾറെഡി നല്ല തണുത്ത വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മുട്ട പുഴുങ്ങി കിട്ടും. നല്ല ടേസ്റ്റായിട്ട് നമുക്കത് ഉപയോഗിക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല ചൂടായിരിക്കും. ജസ്റ്റ് എന്തെങ്കിലും തുണി വെച്ച് തന്നെ എടുത്ത് വെച്ച് നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇടുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മുട്ട പൊളിച്ചെടുത്ത് ഉപയോഗിക്കാം. മുട്ട പൊളിക്കുന്നുണ്ട്. നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം പെർഫെക്റ്റ് ആയിട്ട് ഉടഞ്ഞു പോകാതെ ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒരു ഉൾഭാഗം മർശയിലേശ് നമ്മുടെ മുട്ട പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത്